എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. പേജ് നമ്പർ 143 143 എടുക്കുക. ഓക്കെ, ക്ലാസിഫിക്കേഷൻ ഓഫ് അനിമൽസ്, അതായത് എന്താണ് ക്ലാസിഫിക്കേഷൻ ഓഫ് അനിമൽസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ജന്തുക്കളുടെ വർഗീകരണം എന്നാണ് ഇതിൻ്റെ അർത്ഥമായിട്ടുള്ളത്. ഓക്കെ, അനിമൽസ് ആർ grouped into different phyla based on their structure, body activities, germ layers and സൈമെട്രി. അതായത് നമ്മൾ മനസ്സിലാക്കുക, എന്താണ് മനസ്സിലാക്കേണ്ടത്, ജന്തുക്കളെ, അതായത് അനിമൽ കിങ്ഡത്തിനകത്തുള്ള ജന്തുക്കളെ വിവിധ ഫൈലങ്ങളായിട്ട്, വിവിധ ഗ്രൂപ്പുകളായിട്ട് എന്താണ് തരംതിരിച്ചിരിക്കുന്നു. ഓക്കെ, വർഗീകരിച്ചിരിക്കുന്നു. എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ്? ഒന്നാമതായിട്ട് അവയുടെ എങ്ങനെയാണ് ദെയർ സ്ട്രക്ചർ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? ശരീരത്തിൻ്റെ ഘടന. രണ്ടാമതായിട്ട് എന്താണ്? ബോഡി ക്യാവിറ്റീസ്, അതായത് ശരീരത്തിലുള്ള അറകൾ. മൂന്നാമതായിട്ട് എന്താണ്? ജേം ലെയേഴ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? ബീജപാളികൾ എന്ന് പറയും. ഓക്കെ, അടുത്തതായിട്ട് ഏതാണ്? ബോഡി സൈമെട്രി എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? ശരീരത്തിൻ്റെ സമ്മിതി എന്ന് പറയും. ഇത് നിങ്ങൾക്ക് ഈ മലയാളം വാക്കുകൾ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത്ര മനസ്സിലാവില്ല, അതുകൊണ്ട് ഇംഗ്ലീഷ് വാക്കുകൾ തന്നെയായിട്ട് നിങ്ങൾ മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ അനിമൽസിന് ഏതെല്ലാമാണ്? അവയുടെ ബോഡി സ്ട്രക്ചർ ഉപയോഗിച്ചും, ബോഡിയിലുണ്ടാകുന്ന കാവിറ്റി അല്ലെങ്കിൽ അറകൾ ഉപയോഗിച്ചും, ജേം ലെയേഴ്സും സൈമെട്രി ഉപയോഗിച്ചും വിവിധങ്ങളായിട്ട് തരംതിരിച്ചിരിക്കുന്നു. വിത്ത് ദ ക്ലാസിഫിക്കേഷൻ, ഹൈറാർക്കി ഓഫ് സർട്ടൻ അനിമൽസ് ആർ അഡീഷണൽ subdivisions between phylum and class such as subphylum division and superclasses. അതായത് ഇവിടെ നിങ്ങൾ ഒന്നുകൂടി നോക്കുക. വിത്ത് ദ ക്ലാസിഫിക്കേഷൻ, അതായത് ഈ വിഭജനം കൊണ്ട് അല്ലെങ്കിൽ ഈ വർഗീകരണം കൊണ്ട് ഹൈറാർക്കി ഓഫ് സർട്ടൻ അനിമൽസ്, ചില അനിമൽസിൻ്റെ എന്താണ് ചെയ്തിരിക്കുന്നത്? ഹൈറാർക്കിയിൽ, അതായത് ചില അനിമൽസുകളെ എന്താണ് വർഗീകരണത്തിൽ എന്തിനാണ് ചെയ്തിരിക്കുന്നത്? ഫൈലത്തിനും ക്ലാസിനുമിടയിൽ രൂപപ്പെടുത്തിയിരിക്കുന്നു. അവ ഏതെല്ലാമാണ്? സബ് ഫൈലം ഡിവിഷൻ എന്നും സൂപ്പർ ക്ലാസ് എന്നും എന്ന രണ്ട് ഉപവിഭാഗങ്ങളായിട്ടാണ് രൂപപ്പെടുത്തിയിരിക്കുന്നത്. ഓക്കെ, നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ? വിത്ത് ദ ക്ലാസിഫിക്കേഷൻ, ഹൈറാർക്കി ഓഫ് സർട്ടൻ അനിമൽസ്, അതായത് ഈ അനിമൽസുകൾ, ജന്തുക്കളെ പലതരത്തിൽ ക്ലാസിഫൈ ചെയ്യുമ്പോൾ, തരം തിരിക്കുമ്പോൾ, സർട്ടൻ അനിമൽസ് ദേ ആർ അഡീഷണൽ സബ് ഡിവിഷൻസ്, അവയ്ക്ക് എന്ത് പറയുന്നു? ചില അഡീഷണലായിട്ട് അതിനോട് ചില അധികം സബ് ഡിവിഷനുകൾ വരാറുണ്ട്. എന്തിൻ്റെ ഇടയിലാണ്? ബിറ്റ്വീൻ ഫൈലം ആൻഡ് ക്ലാസ്, അതായത് ഒരു ക്ലാസ്സിനും ഒരു ഫൈലത്തിനും ഇടയിൽ ചില അധികമായിട്ടുള്ള ഡിവിഷനുകൾ വരാറുണ്ട്. സച്ചാസ്, അങ്ങനെ വരുന്നതിന് എന്ത് പറയുന്നു? സബ് ഫൈലം ഡിവിഷൻ എന്നും സൂപ്പർ ക്ലാസ് എന്നുമാണ് നമ്മൾ പറയുന്നത്. ഓക്കെ, ഇനി ആഫ്റ്റർ അനലൈസിങ് ഇലിസ്ട്രേഷൻ 6.3, അതായത് ഇനി നമ്മളോട് പറഞ്ഞിരിക്കുന്നത് എന്താണ്? ഇലിസ്ട്രേഷൻ 6.3 അനലൈസ് ചെയ്യുക. അപ്പോൾ ഇവിടെ 3 സെക്ഷനായിട്ടാണ് തന്നിരിക്കുന്നത്, എ, ബി, സി. ഓക്കെ, അണ്ടർസ്റ്റാൻഡ് ഹൗ ദ ഓർഗാനിസംസ് ഇൻ ദ അനിമൽ കിങ്ഡം ആർ ക്ലാസിഫൈഡ്. നമ്മളോട് പറഞ്ഞിരിക്കുകയാണ് എങ്ങനെയാണ് അനിമൽ കിങ്ഡത്തിലുള്ള ജീവിജാലങ്ങളെ എങ്ങനെയാണ് വിവിധ ഫൈലങ്ങളായിട്ട് എന്താണ് തരം തിരിച്ചിരിക്കുന്നത് എന്ന് നമ്മളോട് കണ്ടെത്തുവാനാണ് പറഞ്ഞിരിക്കുന്നത്. കംപ്ലീറ്റ് ദ വർക്ക്ഷീറ്റ് 6.1. എന്നിട്ട് നമ്മളോട് പറഞ്ഞിരിക്കുന്നത് എന്താണ്? വർക്ക്ഷീറ്റ് 6.1 നമ്മളോട് കംപ്ലീറ്റ് ചെയ്യുവാനായിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, ഇനി നിങ്ങൾ ഒരു പണി ചെയ്യുക. ആ 143 143 പേജ് നമ്പർ നിങ്ങൾ എടുക്കുക. അവിടെ ഇനി നമ്മൾ കാണാൻ പോകുന്നത് ഇലിസ്ട്രേഷൻ 6.1 ആണ്. 6.1ൽ നമ്മൾ ആദ്യം കാണപ്പെടുന്ന ആ ചിത്രത്തിന് ഒരു ഹെഡിങ് ആയിട്ട് തന്നിട്ടുണ്ട്. ആ ഇലിസ്ട്രേഷന് എന്താണ്? ഫൈല ഇൻക്ലൂഡഡ് ഇൻ ദ കിങ്ഡം അനിമാലിയ, അതായത് നമ്മൾ എന്താണ് അർത്ഥമാക്കുന്നത്? കിങ്ഡം അനിമാലയിൽ ഉൾപ്പെട്ടിരിക്കുന്ന ഫൈലങ്ങൾ, അതായത് കിങ്ഡം അനിമാലയിൽ ഉൾപ്പെട്ടിരിക്കുന്ന ജീവജാലങ്ങളുടെ വർഗീകരണം സംഭവിച്ചിരിക്കുന്ന ഓരോ ഗ്രൂപ്പുകളെ കുറിച്ചാണ് നമ്മൾ ഇവിടെ സംസാരിക്കുന്നത്. ഒന്നാമതായിട്ട് നമുക്ക് തന്നിരിക്കുന്ന ജീവജാലം ഏതാണെന്ന് നിങ്ങൾ നോക്കിയിട്ടുണ്ടോ? പൊറിഫെറ എന്ന് പറയുന്ന ഒരു ജീവജാലത്തെക്കുറിച്ചാണ് നമുക്ക് തന്നിരിക്കുന്നത്. ഈ ജീവജാലത്തിൻ്റെ പ്രത്യേകത എന്താണെന്ന് നിങ്ങൾക്കറിയാവോ? ഇവ അക്വാറ്റിക് ഓർഗാനിസമാണ്, അതായത് ജലത്തിൽ ജീവിക്കുകയാണ്. വിത്ത് മൈന്യൂട്ട് പോർസ് ത്രൂ ഔട്ട് ദെയർ ബോഡി, അവയുടെ ശരീരത്തിൽ മാത്രം എന്താണ്? മൈന്യൂട്ട് പോർസ്, അതായത് വളരെ ചെറിയ
പോറുകളുണ്ട്, അല്ലെങ്കിൽ എന്താണുള്ളത്, വളരെ ചെറിയ സുഷിരങ്ങളാണ് അവയിൽ ഉള്ളത് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇത് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ? ഓക്കെ. പൊറിഫേറിയ ആർ പോർ ബെയറിംഗ് ഓർഗാനിസം കോമൺലി നോൺ ആസ് സ്പോഞ്ചസ്. ദേ കം ഇൻ ഓൾ ഷേപ്പ് സൈസ് ആൻഡ് കളേഴ്സ്. അവ എല്ലാ കളറിലും വരാൻ സാധ്യതയുണ്ട്, ഷേപ്പിലും വരാൻ സാധ്യതയുണ്ട്. ദേ ആർ ഫൗണ്ട് ഇൻ ബോത്ത് ഫ്രഷ് വാട്ടർ ആൻഡ് സോൾട്ട് വാട്ടർ. അവയെ നമുക്ക് എവിടെയൊക്കെ കാണാം? ഫ്രഷ് വാട്ടറിലും കാണാനായിട്ട് സാധിക്കും, അതായത് ശുദ്ധജലത്തിലും കാണുവാനായിട്ട് സാധിക്കും, ഉപ്പ് നിറഞ്ഞ വെള്ളത്തിൽ അതായത് കടലിലും കാണാനായിട്ട് സാധിക്കും. ദേ ആർ അക്വാട്ടിക് ഓർഗാനിസം വിത്ത് മൈന്യൂട്ട് പോർസ് ത്രൂ ഔട്ട് ദെയർ ബോഡി. ഓക്കെ. എന്നിട്ട് പറഞ്ഞിരിക്കുന്നത് എന്താണ്? ഈ പെരിഫറയ്ക്കുള്ള ഉദാഹരണങ്ങളായിട്ട് പറഞ്ഞിരിക്കുന്നത് എന്താണ്? നിങ്ങളൊന്ന് മനസ്സിലാക്കുക. സ്പോഞ്ച് എന്ന് പറയുന്നതിനെയാണ് അതിന് ഉദാഹരണമായിട്ട് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ. ഇനി നമ്മളൊരു കാര്യം മനസ്സിലാക്കേണ്ടത്, നമ്മൾ അടുത്തതായിട്ട് പഠിക്കുവാനായിട്ട് പോകുന്ന ജീവജാലം ഏതാണെന്ന് നിങ്ങൾക്കറിയാവോ? അടുത്തതായിട്ട് പഠിക്കുവാനായിട്ട് പോകുന്ന ജീവജാലത്തിൻ്റെ പേരാണ് എന്ത്? സിനിഡേറിയ എന്ന് പറയും, അല്ലെങ്കിൽ നിഡേറിയ എന്ന് പറയും, അല്ലെങ്കിൽ സിലൻഡ്രേറ്റ എന്ന് പറയും. സിലൻഡ്രേറ്റ എന്ന് പറയുന്ന ഒരു ജീവജാലമാണ്. ഓക്കെ. ഇവയുടെ പ്രത്യേകത എന്താണ്? ഈ ജീവജാലങ്ങളുടെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ അവയും അക്വാട്ടിക് ഓർഗാനിസമാണ്, അതും ജലത്തിൽ ജീവിക്കുന്ന ഓർഗാനിസമാണ്. വിത്ത് ടെൻറ്റക്കിൾസ് ബെയറിംഗ് സിനോബ്ലാസ്റ്റ്. അതായത് അവയുടെ വേറൊരു പ്രത്യേകത എന്താണ്? ചെറിയ ടെൻറ്റക്കിൾ ഉണ്ടായിരിക്കും, ബെയറിംഗ് സിനോബ്ലാസ്റ്റ് എന്ന് പറയുന്ന ആ ഒരു ടെൻറ്റക്കിൾ അവയുടെ ശരീരത്തിൽ ഉണ്ടായിരിക്കും. അത് ജലജീവികളാണ്, നിയോബ്ലാസ്റ്റോട് കൂടി. അതായത് ഇവയ്ക്ക് ഈ കാല് പോലെ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ നീണ്ടു കിടക്കുന്ന ഈ കാല് പോലെയുള്ള പദാർത്ഥം, നല്ല രസമായിട്ട് ഇങ്ങനെ വള്ളി പോലെ ഉള്ള പദാർത്ഥങ്ങൾ അതിൽ കാണുവാനായിട്ട് സാധിക്കും. അവയ്ക്ക് നമ്മൾ പറയുന്ന ഒരു ഉദാഹരണം ഏതെല്ലാമാണ്? അവയ്ക്ക് പറയുവാനായിട്ടുള്ള ഉദാഹരണമായിട്ട് നമുക്ക് പറയാം ഹൈഡ്ര എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ജെല്ലി ഫിഷ്, സീ അനിമോണെ എന്ന് പറയുന്ന, അല്ലെങ്കിൽ കടൽ പൂവ് എന്നൊക്കെ നമ്മൾ പറയാവുന്ന ഇത്തരം ജീവജാലങ്ങൾ. അവയ്ക്ക് എന്താണുള്ളത്? അവയ്ക്ക് ചെറിയ കാല് പോലെ ഇങ്ങനെ നീണ്ടു കിടക്കുന്ന ശരീരഭാഗമാണ് ഉള്ളത്. അടുത്തതായിട്ട് നമ്മൾ ഒരു കാര്യം കൂടി മനസ്സിലാക്കുക. ഈ വാട്ട് ഈസ് സിനിഡേറിയ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ഇങ്ങനെ എഴുതുക, അല്ലെങ്കിൽ വാട്ട് ഈസ്, ഈ വാക്കുകളുടെ ഉച്ചാരണത്തിൽ നമുക്കൊരു വ്യത്യാസം ഉണ്ടാകാൻ സാധ്യതയുണ്ട്. വാട്ട് ഈസ് നിഡേറിയ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവിടെ എന്താണ് കുഴപ്പമെന്ന് വെച്ചാൽ നമ്മൾ ഈ സി സൈലൻ്റ് ആയിട്ടുമാണ് ഉപയോഗിക്കാറുള്ളത്. അല്ലെങ്കിൽ സിലൻഡേറ്റ എന്ന് പറയുന്ന ഇതിനെക്കുറിച്ച് ചോദിക്കുമ്പോൾ വാട്ട് ഈസ് സിലൻഡേറ്റ എന്ന് നമ്മളോട് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ മനസ്സിലാക്കുക ദേ ആർ അക്വാട്ടിക് ഓർഗാനിസംസ് വിത്ത് ടെൻറ്റക്കിൾ ബെയറിംഗ് സിനോഡോബിൾസ്. അതായത് അക്വാട്ടിക്, അതായത് ജലത്തിൽ കാണപ്പെടുന്നവയാണ് ബെയറിംഗ് സിനോഡോബിൾസ്. എക്സാമ്പിൾസ് ഫോർ ദം ഈസ് ഹൈഡ്ര, ജെല്ലിഫിഷ്, സീ അനിമോൺ എന്നിവയുള്ളതാണ്. ഓക്കെ. അടുത്തതായിട്ട് നമ്മൾ പഠിക്കുവാനായിട്ട് പോകുന്ന ഭാഗം ഏതാണ് എന്ന് ചോദിച്ചു കഴിയുമ്പോൾ നിങ്ങൾ കേട്ടിട്ടുണ്ടാകില്ല. അവയ്ക്ക് പറയുന്ന പേരാണ് പ്ലാന്റി ഹെൽമിന്തസ് എന്നാണ് അതിന് പറയുന്നത്. ഏതാണ്? പ്ലാന്റി ഹെൽമിന്തസ് എന്ന് പറയുന്ന ജീവജാലങ്ങളെക്കുറിച്ചാണ്. ഇവയുടെ പ്രത്യേകത എന്താണെന്ന് നിങ്ങൾക്കറിയാവുന്നതാണ്. ഈ ജീവജാലങ്ങൾ വളരെ ചെറുതായിരിക്കും, അവ വളരെ സോഫ്റ്റ് ആയിരിക്കും, ആൻഡ് ഫ്ലാറ്റ് ബോഡീഡ് ആയിരിക്കും, പരന്ന ബോഡി ആയിരിക്കും. ബോഡീഡ് വേംസ്, പുഴുക്കളായിരിക്കും. അവ പരന്നതായിരിക്കും, വളരെ മൃദുത്വമുള്ളതായിരിക്കും. അവ മൃദുവായതും പരന്നതുമായ ശരീരമുള്ള വിരകളെയാണ് നമ്മൾ എന്ത് പറയുന്നത്? പ്ലാന്റി ഹെൽമിന്തസ് എന്ന് പറയുന്നത്. പ്ലാന്റി ഹെൽമിന്തസിന് ഉദാഹരണമായിട്ട് നമുക്ക് പറയാവുന്ന ജീവജാലങ്ങൾ ഏതെല്ലാമാണ്? പ്ലനേറിയ എന്ന് പറയുന്ന ജീവജാലമുണ്ട്. ഓക്കെ. അടുത്തതായിട്ട് നമ്മൾ കാണുന്ന ടേപ്പ് വേം എന്ന് പറയും, അല്ലെങ്കിൽ അതിന് പറയുന്ന പേര് നാടവിര എന്ന് പറയും. ടേപ്പ് വേം എന്ന് പറയും, അല്ലെങ്കിൽ നാടവിര എന്ന് പറയും. പിന്നീടുള്ള ഒരു ഉദാഹരണം എന്ന് പറയുന്നത് ഫ്ലൂക്ക് ആണ്. ഇനി അടുത്തതായിട്ട് നമ്മൾ പഠിക്കുവാനായിട്ട് പോകുന്നത് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിമോഡേറ്റ എന്ന് പറയുന്ന ജീവജാലത്തെക്കുറിച്ചാണ്. ഈ നിമോഡേറ്റ എന്ന് പറയുന്ന ജീവജാലം എങ്ങനെയുള്ള ജീവജാലമാണ്? ലോങ് ആൻഡ് റൗണ്ട് ബോഡീഡ് വേംസ്. അതും ഒരുതരം പുഴുക്കളാണ്. അവയുടെ പ്രത്യേകത എന്താണ്? നീണ്ടതും ഉരുണ്ട ശരീരവുമായിട്ടുള്ള വിരകളെയാണ് എന്ന് പറയുന്നത് നിമോഡേറ്റ എന്ന് പറയുന്നത്. അവയ്ക്ക് ഉദാഹരണമായിട്ട് നമുക്ക് പറയാവുന്നത് ഏതൊക്കെയാണ്? റൗണ്ട് വേംസ്, അല്ലെങ്കിൽ ഉരുണ്ട വിര എന്ന് പറയാം. അതുപോലെ തന്നെ ഹുക്ക്
ഹുക്ക് വേംസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാമല്ലോ, തോട്ടപ്പുഴു അല്ല, ഹുക്ക് വേംസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ കൊക്കോ പുഴു എന്ന് പറയും. അതുപോലെ തന്നെ പിൻവേംസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ കൃമി എന്ന് പറയും. അപ്പോൾ ഇത്തരത്തിലുള്ള ജീവജാലങ്ങളെല്ലാം നമ്മൾ കാണുന്നതും കാണപ്പെടാത്തതുമായിട്ടുള്ള ജീവജാലങ്ങൾ ഇലിസ്ട്രേഷൻ 6.3a ക്ലാസിഫിക്കേഷൻ ഓഫ് അനിമൽസിനകത്തേക്ക് വരുന്ന ജീവജാലങ്ങളാണ്. ഇതിനകത്ത് 2 അക്വാട്ടിക് ആയിട്ടുള്ളതിനെയാണ് നമ്മൾ പഠിച്ചിരിക്കുന്നത്. 2 കരയിലുള്ളത് അല്ലെങ്കിൽ മറ്റ് ജീവജാലങ്ങൾക്കകത്ത് ജീവിക്കുന്നതുമായിട്ടുള്ളവയാണ് സംബന്ധിച്ചിരിക്കുന്നത്. അതായത് എല്ലാവിധ ജന്തുജാലങ്ങളെയും ഒന്നിച്ച് കൊണ്ടുവരുന്നതിന് പേരാണ് കിങ്ഡം അനിമാലിയ എന്ന് പറയുന്നത്. എനിക്ക് തോന്നുന്നു ഈ പാഠഭാഗം നിങ്ങൾക്ക് മനസ്സിലായി എന്ന്. ഇനി നമ്മൾ ഇലിസ്ട്രേഷൻ 6.3bയിലേക്ക് അടുത്ത വീഡിയോയിൽ പോകാവുന്നതാണ്.